CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ച് നജീബ് കാന്തപുരം MLA. ബജറ്റ് ഒരു കോമഡി മാത്രമാണെന്നും യാഥാർത്ഥ്യങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കാനാണ് ആഗ്രഹമെന്നും നജീബ് ആലിപ്പറമ്പിൽ പറഞ്ഞു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ മാങ്ങോട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്ര യാത്രക്കാരനായ ചത്തല്ലൂർ സ്വദേശി മരിച്ചു. ചത്തല്ലൂർ തെക്കുമൊരി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണപ്പറ്റ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകുന്നേരം 5 മണിയോടെ ക്ഷേത്രമുറ്റത്തെത്തിച്ചേർന്നു. കേരളം ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി മാറുമെന്നും അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ആധ്യാത്മിക ശക്തിയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തവനൂർ മാഘമക മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ച് നജീബ് കാന്തപുരം MLA. ബജറ്റ് ഒരു കോമഡി മാത്രമാണെന്നും യാഥാർത്ഥ്യങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കാനാണ് ആഗ്രഹമെന്ന് നജീബ് ആലിപ്പറമ്പിൽ പറഞ്ഞു. അല്ല, അത് പാർട്ടി സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കുകയാണെങ്കിൽ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. ഏതായാലും പെരിന്തൽമണ്ണയിൽ നിന്ന് മത്സരിക്കുന്നതിനാണ് സന്തോഷം. അത് പാർട്ടിയുടെ ചുമതല അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രഖ്യാപനം വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത്തവണ യൂത്ത് ലീഗ് നേതാക്കൾക്ക് അവസരം കൂടുതൽ നൽകണം എന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, ശരിയാണോ? യുവജനങ്ങൾ തീർച്ചയായിട്ടും വലിയ തോതിൽ പ്രാതിനിധ്യം ഉണ്ടാവും, നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊടുത്തൊരു വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം നമ്മളൊക്കെ കണ്ടതാണ്. MSFകാരാണ് കൂടുതൽ മത്സരിച്ചത്. അതേപോലെ തന്നെ യുവജനങ്ങളും സ്ത്രീകളും ഒക്കെ വനിതാ പ്രതിനിധികളൊക്കെ ഇത്തവണ വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നിയമസഭയിൽ 2 പേര് മാത്രമേ ഇരുന്ന് സമരം ചെയ്തൊരു സംഭവം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, നമ്മള് 2 പേരാണല്ലോ സമരം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ പാർലമെന്ററി പാർട്ടിയും അതുപോലെ UDFും 2 MLAമാരെ ചുമതലപ്പെടുത്തിയ അനുസരിച്ചാണ് ഞങ്ങൾ 2 പേരും 3 ദിവസം സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു. വിശ്വാസികൾ വലിയ വേദനിച്ചൊരു അനുഭവം ഉണ്ടായി. ആ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വികാരമാണ്. അതൊരു കേരളത്തിലെ മലയാളികളായിട്ടുള്ള എല്ലാ മതവിശ്വാസമുള്ള ആളുകൾക്കും ശബരിമല ഒരു പുണ്യസ്ഥലം തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോലും ഇത്തരത്തിൽ ഗവൺമെന്റ് ഒത്താശയോടുകൂടി കൊള്ള നടന്നപ്പോൾ അതിനെതിരെ UDF നടത്തിയ വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ നിയമസഭയിൽ നടത്തിയ സമരത്തെ കാണുന്നത്. പ്രത്യേകിച്ചും ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ കൂടെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള CR മഹേഷ് സ്ഥിരമായി ശബരിമലയിലേക്ക് നഗ്നപാതനായി നടന്നുപോയി, കാനന ചായയിലൂടെ നടന്നു പോയിട്ട് എല്ലാ വർഷവും അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഈ സമരത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ഞാനൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ട്രോളുകൾ രൂപത്തിൽ അത് വരുന്നുണ്ട്. അല്ല, ട്രോള് ചെയ്യുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് കേരളത്തിലെ മതവിശ്വാസികൾ മുഴുവനും വേദനിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ ദിവസേന കൊള്ളയടിക്കപ്പെടുന്നതാണ്. ഒരു ക്ഷേത്രം തന്നെ വിഴുങ്ങി കളഞ്ഞ ഒരു വലിയ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ മന്ത്രിമാർ തന്നെയാണ്. മുൻ MLA ജയിലിൽ കിടക്കുകയാണ്. അതിന് പിറകിലൊക്കെ CPMന്റെ നേതാക്കൾ അനുദിനം പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരിക്കലും നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ പ്രതിഷേധത്തിലാണ് UDF. ലാസ്റ്റ് ഒന്നുകൂടെ ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബഡ്ജറ്റ് ഒരു തമാശയാണ്, കോമഡി മാത്രമാണ്. കാരണം 2 മാസത്തേക്ക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു ഗവൺമെന്റ്. കാരണം അത് വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് നടപ്പാക്കേണ്ടിയിരുന്നത്. 5 കൊല്ലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് 2 മാസം കൊണ്ട് ചെയ്യുന്നു പറയുന്നത്. MLAമാർക്ക് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അല്ല, ഞങ്ങൾ ഭരണത്തിൽ വരും, ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കും, ആ ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പ്രചരണങ്ങളിപ്പോ UDFന്റെ MLAമാർ ഉൾപ്പെടെ പ്രചരണം നടത്തുന്നുണ്ട്, ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല, ഉൾപ്പെട്ടു എന്ന് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും പറയും.
ആ പ്രചരണത്തിലൊന്നും ഞങ്ങൾ തന്നെ നടത്തുന്ന കാര്യത്തിലും എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും 2 മാസത്തേക്ക് വരുന്നൊരു ബജറ്റ് പിന്നെ അത് ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നതെല്ലാം ഉൾപ്പെടുത്തി. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 29 കോടി ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് 5.5 കോടിയാണ് തന്നത്. പക്ഷെ തരാത്തത് കൂടി അനുവദിക്കുന്ന ഒരു സർക്കാർ വരും. ആ സർക്കാർ വരുമ്പോൾ 29 കോടി ഞാൻ ചോദിച്ചത് മുഴുവൻ കിട്ടുന്നൊരു ഗവൺമെന്റ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. CCN മണ്ണാർക്കാട്. മുണ്ടൂർ തൂത് സംസ്ഥാന പാതയിലെ മാങ്ങോട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ ചെത്തല്ലൂർ സ്വദേശി മരിച്ചു. ചെത്തല്ലൂർ തെക്കുമുറി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ചെത്തല്ലൂർ തെക്കുമുറി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. മാങ്ങോട് മെഡിക്കൽ കോളേജിലുള്ള സുഹൃത്തിനെ സന്ദർശിച്ച ശേഷം ബൈക്കിൽ ചെത്തല്ലൂരിലേക്ക് മടങ്ങുകയായിരുന്നു കുമാരൻ. ഇതിനിടെ പിക്കപ്പ് ലോറിയുമായി വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശോഭനയാണ് ഭാര്യ. CCN കടമ്പഴിപ്പുറം. MSF സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ റാപ്പ് സോങ്ങിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇടം പിടിച്ചത് വിവാദത്തിൽ. തങ്ങൾ പുറത്തിറക്കിയ ഗാനത്തിൽ ഇല്ലാത്ത ദൃശ്യങ്ങൾ ചേർത്ത് വർഗീയ താൽപര്യങ്ങളോടെ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് MSF നേതാക്കൾ പറഞ്ഞു. ഇസ്ലാം ഫോബിക്കായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കാർ, ഞങ്ങളിവിടെ ജീവിച്ചവർ, ഇവിടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരെന്ന് വരികളിലൂടെ ഞങ്ങൾ എഴുതി വെക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ഈ ഇന്ത്യൻ ജനസമൂഹത്തിനിടയിൽ ഞങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ചാപ്പയടിച്ച് മാറ്റി വെക്കുന്ന സംവേദനം SFI പുതിയ കാലത്ത് വന്നിരിക്കുന്ന വന്നിരിക്കുന്ന മാറ്റം, ആ മാറ്റത്തെ കൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഈ സമ്മേളനം ഉപയോഗിക്കുന്നത് മാത്രമാണ്. 2 ദിവസം മുൻപ് ഡോക്ടർ MK മുനീറാണ് ഈ ഗാനം സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്തത്. സീതി സാഹിബ്, CH മുഹമ്മദ് കോയ, പാണക്കാട് തങ്ങൾമാർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അഹമ്മദ് തുടങ്ങിയ മുസ്ലിം ലീഗ് നേതാക്കളുടെ ദൃശ്യങ്ങൾക്കൊപ്പം 2.47 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ 2.23 സെക്കൻഡിലാണ് ഇമ്രാൻഖാന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ വിവാദമായ വീഡിയോയുമായി സംഘടനയ്ക്ക് ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് MSF നേതൃത്വത്തിന്റെ വിശദീകരണം. ഇമ്രാൻഖാനുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും തങ്ങൾ പുറത്തിറക്കിയ ഗാനത്തിലില്ലാത്ത ദൃശ്യങ്ങൾ ചേർത്ത് വർഗീയ താൽപര്യങ്ങളോടെ SFI വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും MSF ആരോപിച്ചു. MSFന്റെ ഔദ്യോഗിക പേജുകളിൽ വരാത്ത വീഡിയോ ആണിതെന്നും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ പരിശോധിക്കപ്പെടണമെന്നും MSF സംസ്ഥാന സെക്രട്ടറി CK നജാഫ് പറഞ്ഞു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ് പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകുന്നേരം 5 മണിയോടെ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നു. പൂരപ്പറമ്പിൽ വേലകൾ നിരന്നതോടെ പൂരത്തിന് ആവേശമായി. തിറ, കൂതൻ, കരിവേല, വിവിധ വേഷങ്ങൾ എന്നിവ ഉത്സവത്തിന് നിറം ചാർത്തി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള ആഘോഷങ്ങളിൽ 26 ആനകളാണ് വിവിധ വേലകളിലായി അണിനിരുന്നത്. കൂടാതെ 10 ഇനക്കാളകളും പൂരപ്പറമ്പിലെ കൗതുക കാഴ്ചയായി.
CCN കടമ്പഴിപ്പുറം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മെമ്പർ കെയർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ പോയ ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥനോട് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ചോദിച്ചാൽ പോലും വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. സാധാരണക്കാരായ ആളുകളെ ഒരു ആവശ്യം പോയി ചോദിച്ചാൽ ഒരു ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാറില്ല. അത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കാൻ, അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള കേന്ദ്രമായി ഇത് മാറും. ഞാൻ സച്ചിയോട് പറയുകയായിരുന്നു, പഞ്ചായത്ത് ഓഫീസിന് നേരെ തന്നെ. അപ്പോൾ രാഷ്ട്രീയം നോക്കാതെ, ജാതിമത പരിഗണന നോക്കാതെ എല്ലാവർക്കും ഓടിയെത്തി അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് സച്ചിദാനന്ദൻ ഇതിനെ മാറ്റും എനിക്ക് ഉറപ്പുണ്ട്. സർവേശ്വരൻ ഇന്ന് വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. സച്ചി അതുകൊണ്ടാണ് ഇന്ന് നല്ല ദിവസം പറഞ്ഞത്, നല്ല ശുഭ സമയത്താണ്. 12ാം വാർഡ് BJP മെമ്പർ N. സച്ചിദാനന്ദന്റെ നേതൃത്വത്തിലാണ് ഈ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പുതിയ മെമ്പർ കെയർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 12ാം വാർഡിലെ ജനങ്ങൾക്ക് പുറമെ മറ്റു വാർഡുകളിലുള്ളവർക്കും ഈ ഓഫീസിന്റെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ N. സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം പറയുന്നവർക്ക് അത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതായാലും സേവനം എന്ന് എടുത്തു പറയാൻ കാരണം അറിയോ, നമ്മള് ഇവിടേക്ക് ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരിക്കലും ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരുന്നപ്പോൾ അവിടെ ശിഷ്യന്മാർക്കൊരു ആശയം തോന്നിയത്രേ. ആ തോന്നിയത് നമുക്ക് എന്തുകൊണ്ട് ജനങ്ങളെ കുറച്ച് സഹായിച്ചുകൂടാ. ഏതൊരു ശിഷ്യൻ അതിൽ പറഞ്ഞു, ഭഗവാനെ നമ്മളിങ്ങനെ ആധ്യാത്മികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരെ ആശ്രമങ്ങളുള്ള ആളുകളെ സഹായിച്ചുകൂടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വാമൊഴിയായി കേട്ടതാണ്, പുസ്തകത്തിൽ വായിച്ചത്. CCN കടമ്പഴിപ്പുറം. മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റാണ്ട് പിന്നിട്ട മതസംഘടനകൾ ദൗത്യനിർവഹണവും സ്വാധീനവും എന്ന പ്രമേയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിലാണ് സെമിനാർ നടക്കുന്നത്. സമൂഹത്തിന്റെ ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പ്രസ്ഥാനങ്ങളുടെ ചരിത്രപരമായ ദൗത്യങ്ങളെ വിലയിരുത്താനാണ് സെമിനാർ ലക്ഷ്യമിടുന്നത്. ചരിത്രം വികലമാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വസ്തുതാപരമായ പാരമ്പര്യത്തെക്കുറിച്ച് സംവദിക്കാനും സമുദായങ്ങൾക്കിടയിൽ ഐക്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കാനുമുള്ള വേദിയായി സെമിനാർ മാറുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസമായി നിലപാടുള്ളതോടൊപ്പം തന്നെ അത് സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ച് 100 വർഷം പിന്നിട്ട സമ്മേളനം 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പല സംഘടനകളും അതിൽ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിന്റെ തിമർപ്പിലാണ്. അവിടെ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ആ സംഘടനകളോടൊക്കെ അതിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് 31ാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ വിവിധ മത നേതാക്കളുടെ ഒരു വലിയൊരു സെമിനാർ നടത്തുകയാണ്. എല്ലാ സംഘടനകളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് മൗലാന അബുൽ കലാം ആസാദ് ഫൗണ്ടേഷന്റെ ഈ ഭാരവാഹികൾക്കും അതിന്റെ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളത് പല തവണ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മത സംഘടനാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ഐക്യത്തിന് വേണ്ടിയിട്ടും മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും കേരളത്തിന്റെ സ്വതന്ത്രമായ പാരമ്പര്യമായി കിട്ടിയ നമ്മുടെ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഈ നമ്മളെ സെമിനാർ
ഉപകരിക്കും എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വെച്ചുകൂട്ടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ഭാരവാഹികളായ ഡോക്ടർ ഖാസിമുൽ ഖാസിമി, ഹാഷിം അൽ ഹദാദ്, പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ്, അഡ്വക്കേറ്റ് ദാനിഷ്, പ്രൊഫസർ മുഹമ്മദ് ഹസൻ, AP മുഹമ്മദ്, CK ഹബീബ് ബാക്കവി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കേരളം ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി മാറുമെന്നും അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ആധ്യാത്മിക ശക്തിയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തവനൂർ മാഘമഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക ടൂറിസത്തിന്റെ വലിയ സാധ്യതകൾ പരിഗണിച്ച് വിപുലമായ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ടെന്നും ഇതിനാവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തിക്കിട്ടുന്നത്. ഇതിന്റെ മഹത്വം, ഇതിലെ ആരാധനാ ക്രമങ്ങളിലെ കൃത്യത, അതിന്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇനി ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ദക്ഷിണ ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജി, അമ്മ മാതാമൃതാനന്ദമയി ദേവിയും ഒക്കെ മനുഷ്യ രാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നിളഘട്ടത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈയെടുക്കുകയും ചെയ്തത്. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ സൂര്യകാലടി ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. മാതാമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി അതുല്യാമൃത പ്രാണ, സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCN മലപ്പുറം. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അണ്ടർ 17 സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഫെബ്രുവരി 1-2 തീയതികളിലായി മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കും. സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷമായി സംഘടന നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ സമാപനമായാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 7 താലൂക്കുകളിലായി നടന്ന പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ 100-ലേറെ സ്കൂൾ ടീമുകൾ പങ്കെടുത്തിരുന്നു. താലൂക്ക് തലത്തിൽ വിജയികളായ 14 ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സ്പോർട്സ് കിറ്റുകൾ സമ്മാനമായി നൽകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് P. ഉബൈദുള്ള MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് ആണ് ലഹരി എന്ന ഒരു ക്യാമ്പയിൻ ഉൾക്കൊണ്ടുകൊണ്ട് 1 വർഷത്തോളമായി ഫുട്ബോൾ ടൂർണമെന്റ് സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചിട്ട് അതിൽ 100ഓളം സ്കൂളുകൾ പങ്കെടുപ്പിച്ച് താലൂക്ക് തലത്തിൽ കളികൾ നടന്നുകൊണ്ട് അതിൽ നിന്നും ഓരോ താലൂക്കിൽ നിന്നും റണ്ണേഴ്സിനും വിന്നേഴ്സിനും ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഈ വരുന്ന 1-ാം തീയതി 9 മണിക്ക് ശ്രീ ഉബൈദുള്ള MLA നിർവഹിക്കുന്നതാണ്. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ KP ബുഷീർ, അൻവർ, സിറാജ്, M. നജീബ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ച് നജീബ് കാന്തപുരം MLA. ബജറ്റ് ഒരു കോമഡി മാത്രമാണെന്നും യാഥാർത്ഥ്യങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കാനാണ് ആഗ്രഹമെന്നും നജീബ് ആലിപ്പറമ്പിൽ പറഞ്ഞു.
മുണ്ടൂർ തൂതർ സംസ്ഥാന പാതയിലെ മാങ്ങോട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇരുചക്ര യാത്രക്കാരനായ ചത്തല്ലൂർ സ്വദേശി മരിച്ചു. ചത്തല്ലൂർ തെക്കുമുറി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണപ്പറ്റ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകുന്നേരം 5 മണിയോടെ ക്ഷേത്രമുറ്റത്തെത്തിച്ചേർന്നു. കേരളം ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി മാറുമെന്നും അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ആധ്യാത്മിക ശക്തിയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തവനൂർ മാഘമക മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.